അപ്പോൾ ഇവിടെയും പിന്നെ സുവനീറും എല്ലാം ഉണ്ട് കേട്ടോ. ഈ സിറ്റീൻ്റെ സുവനീറുണ്ട്, ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട് എൻ്റെ ഫ്രിഡ്ജിനൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ചെറിയൊരു സ്ട്രീറ്റിൻ്റെ അടക്കാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ മോസ്കോയിലല്ല ഉള്ളത്, ഔട്ട് ഓഫ് മോസ്കോയിലാണ് ഉള്ളത്. അതായത് 4th ജനുവരി, അതായത് ഇന്ന് ഏർലി മോർണിംഗാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ അതാ നിഖിൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പം ഇവിടെ ഈ ഔട്ട് ഓഫ് മോസ്കോയിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ സ്കേറ്റ് ബോർഡ് എന്ന് പറയുന്നത് സ്നോ ബോർഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം നമുക്ക് അറിയുന്നത് സ്നോ ബോർഡിങ് ഉള്ളത് പിന്നെ ഇന്നലെ തൊട്ട് ക്ലോസ് ആക്കിയിട്ടുള്ളത്, അതായത് ന്യൂ ഇയർ തൊട്ട് ക്ലോസ് ആക്കിയിട്ടുള്ളത്. പക്ഷേ ഓൺലൈനിൽ അവർ ഓപ്പൺ എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അപ്പം ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് സിറ്റി കണ്ടിട്ട് വൈകുന്നേരം നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സിറ്റി ഒന്ന് ചുറ്റി കാണാം. കാരണം വെച്ചാൽ ഈ സിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു സിറ്റിയാണ്, വളരെ ചെറിയ സിറ്റിയാണ്, പെട്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇവിടെ ഒരു അടുത്ത് തന്നെ ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് സെൻറ്റർ ഉള്ളത്. മോസ്കോ സെൻറ്റർ പോലത്തെ സെൻറ്റർ ഒന്നുമല്ല, ചെറിയൊരു ബിൽഡിങ് കാര്യങ്ങളായിട്ട് ഉള്ളൊരു സെൻറ്ററാണ്. നമ്മളപ്പോൾ റൂം വെക്കേറ്റ് ആയിട്ട് നമ്മൾ പോവും. പിന്നെ ജസ്റ്റ് കറങ്ങിയിട്ട് നമ്മൾ വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ചില അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണാം. അപ്പം നമ്മൾ നിന്ന പിന്നെ ഇതാണ് എന്താ പറയുക, റൂം ഇതിൻ്റെ ഉള്ളിലാണ്. നിഖിൽ ബ്രൂ കമോൺ. നല്ല സ്നോഫോൾ ഉണ്ട് കേട്ടോ. നല്ല രാത്രി തൊട്ട് തുടങ്ങിയതാണ് സ്നോഫോള്. പക്ഷേ എന്താ പറയുക, നന്ന തണുപ്പൊന്നുമില്ല, ജസ്റ്റ് ഐസ് വീഴുന്നേ ഉള്ളൂ. എല്ലാം അലിഞ്ഞ് പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ എന്താ പറയുക, വീടും കാര്യങ്ങളൊക്കെ വളരെ പഴയതുപോലെയാണ് കേട്ടോ. है ना, पुरानी जैसे घर है ना इधर तो विंटेज टाइप का है. പക്ഷെ ഇതൊന്നും പഴയതല്ല, ഇതെല്ലാം പുതിയ പോലെ തന്നെ. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി, ഇതുവരെ നിർത്തിയിട്ടില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ രാവിലെ എത്തുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ല ഉണ്ടായത്, ഫുള്ള് നിറഞ്ഞിട്ടാണ് ഉണ്ടായത്. ഇന്നലെ മൈനസ് ആയതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് അലിഞ്ഞിട്ടില്ല. പിന്നെ 0 ഡിഗ്രി +1 ആയിട്ടാണ്. അതുകൊണ്ട് എന്താ പറയുക, ഫുള്ള് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി, ചളി പൊളിയായി. അപ്പോൾ ആ കാണുന്നത് പിന്നെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ സ്ഥലമാണ്. അതുവരെ ഓപ്പൺ ആയിട്ടില്ല, കുറച്ച് കഴിയുന്നു തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷം ഓപ്പൺ ആവുള്ളൂ. കാരണം വെച്ചാൽ സ്നോ വീണിട്ട് അത് ഇങ്ങനെ ഫുൾ അവർ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. ചെറിയൊരു യൂറോപ്പിൻ്റെ ഫീലെല്ലാം വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ സ്ട്രീറ്റിലും ചെറിയൊരു ആ ഒരു എന്താ പറയുക, യൂറോപ്പിൻ്റെ ഒരു ചെറിയ ഇതുപോലെ ഉണ്ട്, സിമിലാരിറ്റി. Oh, you tell me stories, you tuck me in, and the second you leave I call you right back to check for monsters in my streets. Yeah, high school was hard. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, മോസ്കോയിലെ ക്രെംലിൻ്റെ സ്ട്രീറ്റില്ലേ നമ്മൾ പോകുന്നത്. ആ സ്ട്രീറ്റ് പോലത്തെ ഒരു ചെറിയൊരു സ്ട്രീറ്റാണിത്. സൈഡിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രിയായിരുന്നു വരേണ്ടത്. नाइट को आना चाहिए था ना. नाइट को आना चाहिए था, मज़ा आता बहुत. लाइट वगैरह देख कोई नहीं, आज नाइट को आएंगे ना अपन, देखते हैं. हाँ कि तो सुंदर लड़कियाँ भी जाता है. सुंदर लड़कियाँ, और हैरी पॉटर जैसे, हैरी पॉटर के चाचा जा रहे पीछे. और तू कौन? और बहुत सुंदर वोल्डेमॉर्ट नहीं, पता नहीं क्या नाम था उसका. टाइम स्क्वायर. हाँ, टाइम स्क्वायर एक्चुअली ये वाला था वो स्ट्रीट. हाँ, So we are now in Times Square. at Times Square.
അങ്ങനെ നമ്മൾ നടന്ന് ഒരു ചെറിയൊരു നമ്മളെന്താ പറയുക ക്രിസ്മസ് സ്റ്റാൾസ് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സ്റ്റാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. ഇത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഈ ക്രിസ്മസ് സ്റ്റാൾസ്. നല്ല അടിപൊളി ചെറിയ സ്റ്റാൾസ് കുറേ ഉണ്ട്, ലാസ്റ്റ് വരെ ഉണ്ട്. ये पता है क्या है? क्रिसमस स्टॉल्स है। हाँ मस्त लगेगा, फोटोज वगैरह सब. निकालेंगे ना अपन. लिया You fight with my mom. I'd fall asleep to the screaming. Sound machine always speaking. Left emotional scars. Now I'm 21. A soul of 50 years. And now that you are gone, I'm doing things that I shouldn't know from. I'm doing things that I shouldn't do. At 21, a soul of 50 years. And now that you are gone, I'm doing things that I shouldn't know from. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു KFC വന്നിരിക്കുകയാണ്. നിഖിൽ कैसे हो भाई? बढ़िया. आप कैसे हो? तो कैसा था सिटी? सिटी बहुत अच्छा था. अमेजिंग, कूल, एक्चुअली विंटेज. इतना स्नोफॉल तो हमने प्रेडिक्ट भी नहीं किया यार. नहीं, कभी कंटिन्यूसली अभी सुबह अभी से तक देख, अभी भी हो रहा है कंटिन्यूसली बाहर. इतना स्नोफॉल हो रहा है ना, सुबह से स्टार्ट किया है, अभी तक वो स्टॉप नहीं हुआ है. अभी भी मतलब എന്താ പറയുക, ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്നോഫോൾ ഫുള്ള്. ഞാനാണെങ്കിൽ സമ്മർ ഷൂട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി. അപ്പോൾ നമ്മളിപ്പം KFC ഇരുന്നിട്ടുള്ള ജസ്റ്റ് ഒന്ന് ബ്രഞ്ച് കഴിച്ച് ഇനിയിപ്പം വൈകുന്നേരം 4:30 ട്രെയിനാണ് റിട്ടേൺ. പിന്നെ അപ്പം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഇപ്പം 3:30 ആയിട്ടുള്ളൂ. 4 o'clock ആകുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഇരിക്കും. सिटी എന്ന് പറയുന്നത് सिटी तो खाली क्या बोलते हैं 3 घंटे का देखने गया है. हमने तो पूरा देख लिया, मतलब सेंटर में घूम लिया. हाँ. लेकिन है जगह देखने के लिए, क्या बोलते हैं, विंटेज एरिया है. विंटेज एरिया थोड़ा ज़्यादा तो नहीं है. जैसे अपने मॉस्को तो थोड़ा लग्जरी टाइप का है. अपना तो ऐसा नहीं है. किसी को जैसे विंटेज एरिया ऐसा कुछ विंटेज नहीं है तो जैसे लगता है ना, जो क्या होता है എന്താ പറയുക, നമ്മളിപ്പം ഈ ഉൾഗ്രാമത്തിലൊക്കെ പോകണമെന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ എല്ലാം നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഏരിയ ആണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്. അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല ഒരു സ്ട്രക്ചറായിട്ടുള്ള എന്താ പറയുക, മേലെ തന്നെ ഒരു ഗോൾഡൻ കളർ ഇതെല്ലായിട്ട് ടോമ്പിളായിട്ട്. സ്നോഫോൾ ഇപ്പോഴും തീർന്നില്ല കേട്ടോ, ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഉള്ളിൽ കയറിയിട്ട് വേണം നമുക്ക്. പിന്നെ ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്കഡാണ്. ജസ്റ്റ് ഒന്ന് പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നല്ല അടിപൊളി സിറ്റി. ഒരു ദിവസത്തേക്കൊക്കെ കറങ്ങാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സിറ്റി. അതുപോലെ തന്നെ അത്ര എക്സ്പെൻസീവ് അല്ല. ഇതാണ് സ്റ്റേഷനിലൊന്നും ആരുമില്ല. നല്ല അടിപൊളി സ്റ്റേഷൻ. പക്ഷേ നമ്മളെ ട്രെയിൻ നമ്പർ ഒന്ന് നോക്കട്ടെ. 3:28 a.m. അങ്ങനെ നമ്മുടെ നിഖിൽ ബ്രോ ഇങ്ങനെ രാജാവിനെ പോലെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഡബിൾ ഡെക്ക് ട്രെയിനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി സ്ലീപ്പർ ക്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ട്രെയിനിൽ നമുക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ട്, നമുക്ക് പറ്റില്ല. കാരണം വെച്ചാൽ ഈ സൗണ്ട് പാടില്ല എന്നാണ് നമുക്ക് താഴെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് താഴെ ഒന്നും പോയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഫാസ്റ്റ് ട്രെയിനല്ല, സാധാരണ നോർമൽ ട്രെയിനാണ്. പക്ഷേ ഡബിൾ ഡെക്കറാണ്. അടിപൊളി സ്ലീപ്പർ ക്ലാസ്, നല്ല ഒരു കുറച്ചും കൂടി ലക്ഷറീസ് ടൈപ്പാണ്. നല്ല അടിപൊളി ട്രെയിൻ. എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു നല്ല സന്തോഷം. ഇത് 4 സീറ്റാണ്. ഇപ്പം 2 ആളേ ഉള്ളൂ ഈ ഒരു രീതിയിൽ. നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്തുള്ള ആ ഒരു നമ്പറല്ല നമുക്ക് തന്നിട്ടുള്ളത്, വേറെ സീറ്റ് നമ്പർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മോസ്കോയിലെത്തിയിട്ട്
വ്ളോഗ് എൻ്റെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുവരെ ബൈ ബൈ. അങ്ങനെ ഫൈനലി നമ്മൾ മോസ്കോയിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിന്. ഓരോ കൂപ്പയാണ് നമ്മുടെ എന്താ പറയുക സെക്കൻഡ് ക്ലാസ് പോലെ, ട്രെയിൻ ക്ലാസ് പോലെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ആക്കിയിരിക്കുന്ന ഒരു ക്യാബിനാണ്. പിന്നെ അപ്പം ഇതിൽ 2 ആൾക്കാർ, ട്രെയിനിൽ അധികം ആൾക്കാരൊന്നുമില്ല, കുറവാണ് വളരെ. അപ്പം നമ്മൾ എന്താ പറയുക 2 hours ജേർണി ആയിരുന്നു. ഫാസ്റ്റ് ട്രെയിൻ ആണെങ്കിൽ 1 hour കൊണ്ട് എത്തുന്ന സ്ഥലം ഇതാണ്. ഫാസ്റ്റ് ട്രെയിൻ അല്ല, അതിൻ്റെ ഇടയിൽ ഒരു ½ an hour എവിടെയോ കൊണ്ടുപോയി നിർത്തിയിരുന്നു. അപ്പോൾ ഇവിടെ നല്ല സ്നോഫോളാണെന്ന് തോന്നുന്നു, അറിയില്ല, പുറത്തിറങ്ങിയാലേ മനസ്സിലാവുള്ളൂ. -1 degree ഇപ്പോൾ മോസ്കോയിൽ. അപ്പോൾ നമുക്കിനി പുറത്തിറങ്ങിയിട്ട് നോക്കാം എന്താ കാര്യങ്ങൾ. പുറത്തിറങ്ങിയ ട്രെയിൻ എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ലോവർ ഡെക്കാണ്. ഇതായിരുന്നു നമ്മൾ വന്ന ട്രെയിൻ. നമ്മൾ പോയ ട്രെയിൻ ഇതാണ് കേട്ടോ, നമ്മൾ വന്ന ട്രെയിൻ ഇതു ഡബിൾ ഡെക്കർ ട്രെയിൻ. इस तरह जाना यार, निकल गया ये वाला ट्रेन, निकल गया. ഇത് എന്താ പറയുക ബുള്ളറ്റ് ട്രെയിനാണ്, ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ് ഈ സപ്സാൻ എന്ന് പറയുന്നത്. മോസ്കോ ടു സെൻറ്റ് പീറ്റേഴ്സ് പോകുന്ന ട്രെയിനാണ്. അതിനുള്ള എല്ലാം ഉണ്ട്. ബിസിനസ് ക്ലാസ്സിലൊക്കെ പാൻട്രി കവർ മറ്റേതെല്ലാം ഉണ്ടാവും. പിന്നെ ടിക്കറ്റ് റേഞ്ച് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെ പിന്നെ ഈ ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. പിന്നെ कैसा था ट्रिप? छोटा सा ट्रिप था. ट्रिप वाज अमेजिंग. एक दिन का ट्रिप था लेकिन बहुत अच्छा लगा, बहुत मजा आया. ट्रिप वाज अमेजिंग टोटली. फिर भी वो वाला फीलिंग आ रहा है कि हाँ यार हो गया. अरे इसके नीचे है वो, प्लेटफॉर्म के नीचे है ये. അപ്പോൾ എന്താ പറയുക നല്ലൊരു റിലാക്സ്, ഒരു വേറെ തന്നെ ഒരു ഇത് വരുന്നുണ്ട്, ഫീലിങ്സ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു ദിവസത്തെ ട്രിപ്പാണെങ്കിലും അപ്പോൾ മോസ്കോ ഒന്ന് പുറത്ത് വരണം തന്നിട്ടൊക്കെ കുറേ കൊല്ലം, അതായത് 1 കൊല്ലം മറ്റായി നമ്മൾ എവിടെയും പോയിട്ട് മര്യാദയ്ക്ക്. ഇതൊന്ന് പുറത്ത് ജസ്റ്റ് മോസ്കോ ഒന്ന് പുറത്തെങ്കിലും പോയപ്പോൾ ഒരു വേറെ തന്നെ ഫീൽ ചെയ്യും. എനിവേസ് ഇത് വേറെ ഒരു എവിടെയെങ്കിലും സിറ്റി ആയിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ വരാം, നോക്കാം. അതുവരേക്കും സീ യു, ടാറ്റാ, ബൈ ബൈ.